Hello friends, welcome to WinExcel Technology. RC car using Arduino ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഇപ്പം നമുക്ക് ഈ ഒരു കിറ്റായിട്ട്, ഈ RC കാറിൻ്റെ കിറ്റായിട്ട് പല ഇലക്ട്രോണിക്സിൻ്റെ കമ്പോണൻസ് സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീല്. അപ്പോൾ ഈ 2 വീലിന് എന്ത് വേണം? 2 മോട്ടേഴ്സ് വേണം. ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ ഷീൽഡ് എന്ന് പറയുന്നത് L293D മോട്ടർ ഷീൽഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം 2 വീല്, പിന്നെ ബാക്കിലത്തെ വീലായിട്ട് നമ്മൾ കാസ്റ്റർ വീലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കാസ്റ്റർ വീലുണ്ട്, പിന്നെ ബാറ്ററി കേസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് റീചാർജബിൾ ബാറ്ററീസാണ്. അപ്പോൾ റീചാർജബിൾ ബാറ്ററിയുടെ കേസും ബാറ്ററിയും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററി 3.7 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ 2 ബാറ്ററീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ DC മോട്ടർ, ഇപ്പം ഞാൻ ആദ്യമേ നമുക്ക് സ്ക്രൂവും എല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ RC കാർ എന്ന് പറയുമ്പോൾ റിമോട്ട് കൺട്രോൾഡ് കാറാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ IR റിസീവർ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു വർക്കിംഗ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ എപ്പോൾ റിമോട്ട് ക്ലിക്ക് ചെയ്യുന്നോ IR സിഗ്നൽ എന്ത് ചെയ്യുന്നു, ഈ റിസീവർ അതായത് റിസീവർ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിറ്റക്റ്റ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? അർഡിനോയിൽ കൊടുക്കുന്നു. അർഡിനോ എന്താണ്, ഈ സിഗ്നലിനെ ഡീകോഡ് ചെയ്യും. അപ്പോൾ അർഡിനോയിൽ നമുക്കറിയാം IR ലൈബ്രറി ഉണ്ടല്ലോ, നമുക്ക് അർഡിനോയിൽ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അർഡിനോ IDEയിൽ എടുക്കുമ്പോൾ കാണാമല്ലോ, അർഡിനോ ഇപ്പം നമുക്ക് അതിന് വേണ്ട പല ലൈബ്രറീസും അതിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ IR ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ലൈബ്രറി എന്ന് പറയുന്നത് IR റിമോട്ട് ലൈബ്രറിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ ഷീൽഡ് എന്ന് പറയുന്നത് L293D മോട്ടർ ഷീൽഡാണ്. അപ്പോൾ ഈ മോട്ടർ ഷീൽഡിൽ ശരിക്കും 4 മോട്ടേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ 2 വീലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് M3 M4ലോട്ടാണ് ഞാൻ DC മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് റീചാർജബിൾ ബാറ്ററിയുടെ കേസാണ്. അപ്പോൾ ഈ കേസും നമ്മൾ കണക്ട് ചെയ്ത്, ഇപ്പം ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഇത് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നെങ്കിൽ അത് വെച്ച് പ്ലേസ് ചെയ്തിട്ട് എന്താണ്, ഇവിടെ പവർ കൊടുക്കാനുള്ള പിന്നുണ്ട്. അതായത് മോട്ടർ ഷീൽഡിലോട്ട് പവർ കൊടുക്കാനുള്ള പിന്നാണിത്. അപ്പോൾ ഇവിടോട്ട് നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും കെയർഫുള്ളി നോക്കിയിട്ട് കൊടുക്കുക. നമ്മളിവിടെ ഇപ്പോൾ ഈ DC മോട്ടർ കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഡയറക്റ്റ് അർഡിനോയിൽ കണക്ട് ചെയ്യുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഈ DC മോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു പവർ എടുക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ അർഡിനോയ്ക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അർഡിനോ അത്രയും കറണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, അർഡിനോയിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു മോട്ടർ ഷീൽഡ് കൊടുത്തിട്ട് അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടറിലോട്ട് പവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മോട്ടർ ഷീൽഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ മോട്ടേഴ്സിനെ, 2 DC മോട്ടേഴ്സിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ IR റിസീവർ സെൻസർ മൊഡ്യൂൾ ഉണ്ടെന്ന്, അതാണ് ഈ മൊഡ്യൂള്. അപ്പോൾ ഇതിന് 3 പിന്നാണുള്ളത്, പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ തേർഡ് പിൻ എന്ന് പറയുന്നത് സിഗ്നൽ, അതായത് നമുക്ക് ഔട്ട് എടുക്കുന്ന പിന്നാണ്. അപ്പോൾ ഈ ഒരു സെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ റിമോട്ട് ക്ലിക്ക് ചെയ്യുന്നു ആ സിഗ്നൽ ഈ ഒരു റിസീവർ മൊഡ്യൂൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യും. അപ്പം ഇത് ഞാനിപ്പം പോസിറ്റീവ് നമ്മുടെ അർഡിനോ, അതായത് നമ്മളിപ്പം മോട്ടർ ഷീൽഡിൽ കൊടുക്കുന്നു, അതിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, നെഗറ്റീവ് കൊടുക്കുന്നു. ഈ മോട്ടർ ഷീൽഡ് എന്ന് പറയുന്നത് നമ്മൾ അർഡിനോയിലാണ്, അതിൻ്റെ മേളിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അർഡിനോയിൽ നമുക്ക് ഫുൾ പിൻസും എന്താണ് ഇറക്കി വെച്ച് നമുക്കിത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെക്കൻഡ് പിന്ന് സെക്കൻഡ് ഡിജിറ്റൽ പിന്നിലോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് IR റിസീവർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മോട്ടർ ഷീൽഡ് നിങ്ങൾ കെയർഫുള്ളി വേണം അർഡിനോയുടെ മുകളിലേക്ക് ഇത് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണക്ഷൻ കഴിഞ്ഞു. ഇനി ഇത് IR റിമോട്ടാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
കാറ് ഫ്രണ്ടിലോട്ട് അതുപോലെ ബാക്കിലോട്ട് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ മൂവ് ചെയ്യുന്നത്. അതായത് ഈ റിമോട്ട് വെച്ച് നമ്മൾ കാറിനെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റീചാർജബിൾ ബാറ്ററി. ലിഥിയം അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്തത്. 3.7 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 സെല്ല് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കെയർഫുള്ളി പ്ലേസ് ചെയ്യുക. ഇതാണ് ആർസി കാർ ചെയ്യാനായിട്ട് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ലൈബ്രറീസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ആ ഫസ്റ്റ് ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോർ ഷീൽഡ്. അപ്പോൾ അതിന്റെ ലൈബ്രറിയാണ് ഈ AF motor.h എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് #include IR remote.hpp. ഇതെന്ന് പറയുന്നത് നമ്മൾ IR റിമോട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ എന്താണ് എല്ലാ ഫീച്ചേഴ്സും കിടക്കുന്ന ലൈബ്രറിയാണ് IR remote.hpp എന്ന് കിടക്കുന്നത്. പിന്നെ നമ്മൾ 2 മോട്ടർ ആണല്ലോ കണക്ട് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒരു മോട്ടർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു മോട്ടർ ഉണ്ട്. അപ്പൊ ഞാൻ റൈറ്റ് സൈഡിലെ മോട്ടർ M3ലോട്ടാണ് കണക്ട് ചെയ്ത്, നമ്മുടെ മോട്ടോർ ഷീൽഡിന്റെ M3ലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് മോട്ടർ 4th, അതായത് നമ്മൾ മോട്ടോർ ഷീൽഡിന്റെ M4 കിടക്കുന്ന പ്ലേസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ DC മോട്ടറിന്റെ 2 വയറും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ IR നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ IR റിസീവറിന്റെ പിന്ന് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് സെക്കൻഡ് പിന്നിലാണ്. അപ്പൊ ആദ്യം ഇത്രയും ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളതാണ് ഈ 2 സ്റ്റെപ്പിൽ കിടക്കുന്നത്. മോട്ടോർ സെറ്റപ്പും IR റിസീവർ പിന്നുമാണ് നമ്മൾ ഈ 2 സ്റ്റെപ്പിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈബ്രറീസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വോയിഡ് സെറ്റപ്പിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അതായത് ഈ കാറ്, നമ്മുടെ IR റിമോട്ട് കാർ റെഡി എന്നൊരു നമുക്ക് മെസ്സേജ് വരാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം സെറ്റ് ആണ്, റെഡി ആണ് എന്നുള്ളൊരു ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിൽ ഈ 2 ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഈ അർഡിനോയുടെ സീരിയൽ പ്രിന്റിൽ നമുക്ക് കാണാൻ പറ്റും IR റിമോട്ട് കാർ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മളിത് പ്രോഗ്രാം ബേൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഈ IR റിസീവർ ഡോട്ട് ബിഗിൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ഈ എനേബിൾ പിന്ന്, അതായത് IR പിന്ന് ഹൈ ആക്കുന്നുണ്ട്, എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സിഗ്നൽ, അതായത് നമ്മൾ ഈ ഇതിലോട്ട് ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അർഡിനോയിലോട്ട് നമ്മുടെ RC കാറിന്റെ അർഡിനോയിലോട്ട് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പിന്ന്, അതായത് ഈ പിന്നിൽ അറിയാൻ പറ്റും. അതായത് അതിൽ 2 LEDs ഉണ്ട് ഈ IR റിസീവറിൽ. അപ്പൊ ആ LED എന്താണ്, ഇത് ജസ്റ്റ് കോഡ് കയറി കഴിയുമ്പോൾ ഇത് ഓൺ ആക്കുമ്പോഴത്തേക്കും ആ പിന്നെ എനേബിൾ ആയിരിക്കും. ഇനി വോയിഡ് ലൂപ്പിലാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ വട്ടവും നമുക്ക് റിസീവ് ചെയ്യുന്നത്, അതായത് റിമോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യത്തില്ലേ, റിമോട്ട് നമ്മൾ ഇപ്പൊ ഫോർവേഡ് മൂവ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ ഈ ഇതിനകത്തോട്ടാണ്, ഈ ഒരു വേരിയബിളിനകത്തോട്ടാണ് കയറുന്നത്. അപ്പൊ ഓരോ വട്ടവും ആ വാല്യൂ വരുന്നതിന് അനുസരിച്ചായിരിക്കും നമ്മൾ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നമ്മൾ അറിയുന്നത്. അപ്പം ഈ ഇതിൽ കണ്ടു, ഈ സ്വിച്ച് കേസിൽ ഈ ഒരു വാല്യൂ കൊടുത്തേക്കുന്നത് കണ്ടു. ഈ വാല്യൂ എന്ന് പറയുന്നതാണ് ഹെക്സ് വാല്യൂ. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ പ്രീവിയസ്ലി ഒരു IR റിമോട്ടിന്റെ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രൊജക്റ്റില് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കോഡ് നമ്മൾ, അതായത് ഈ ഹെക്സ് കോഡ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഈ ഹെക്സ് കോഡ് ഇവിടുന്ന് നമുക്ക് കിട്ടും. ഈ ഇത്രയും പ്രോഗ്രാമിൽ ഇവിടെ വരെ ചെയ്ത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കോഡ്, അതായത് ആ വീഡിയോ നിങ്ങളൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ കേസ് 0xe718550, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന IR റിമോട്ടിന്റെ വാല്യൂ ആണ്. നിങ്ങളുടെ ഒരു IR റിമോട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ സെയിം വാല്യൂ ആയിരിക്കത്തില്ല ആ അപ്വേർഡ് ആരോയ്ക്കും ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ ഏതൊക്കെ ബട്ടൺ ആണോ യൂസ് ചെയ്യാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ആ ബട്ടന്റെ ഹെക്സ് വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഓരോ സ്വിച്ച് കേസിലെ ഈ കേസിൽ നമ്മൾ കൊടുക്കാൻ. അപ്പം സ്വിച്ച് കേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വാല്യൂ ആണ്, ഇപ്പൊ ഞാൻ
ഞാൻ അപ്വേർഡ് ആരോയിൽ എൻ്റെ റിമോട്ടിലെ അപ്വേർഡ് ആരോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ IR റിസീവറിൽ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യും, ഈ സ്വിച്ച് വാല്യൂയിലോട്ട് വരും. അപ്പൊ സ്വിച്ച് വാല്യൂവിൽ വരുമ്പോൾ ആ വാല്യൂ ഇതിൽ ഏതാന്ന് നോക്കും. ഇപ്പൊ ഞാന് ഈ ഒരു 0AD52FF0 ആണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്വിച്ച് കേസിൽ ഇത് വർക്കാകും. ഇത് വർക്കായിട്ട് എന്ത് ചെയ്യും, ബാക്ക്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും നടക്കുന്നത്. അതായത് നമ്മുടെ കാറ് ബാക്ക്വേർഡിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സ്വിച്ച് കേസിലെ വാല്യൂസ് അനുസരിച്ചായിരിക്കും നമുക്ക് എങ്ങോട്ടാണുള്ളത് എന്നുള്ളത് കിട്ടുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത്, നമ്മളിപ്പോ ഇപ്പൊ കോഡ് നമ്മൾ യൂട്യൂബ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കി കോഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അത് റൺ ചെയ്തിട്ട് നമ്മൾ കിട്ടുന്നില്ല എന്നൊരു ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക, നിങ്ങളുടെ IR റിമോട്ടിലെ കോഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ IR റിമോട്ടിലെ ഹെക്സ് വാല്യൂസ് എത്ര എന്നുള്ളത് നിങ്ങൾ വെച്ചിട്ട് വേണം ഈ കേസിന്റെ അവിടെ നിങ്ങൾ അത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ വീലിന്റെ മൂവ്മെന്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാ. അതായത് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് മോട്ടറും ഫോർവേഡ് ആയിരിക്കണം, റൈറ്റ് മോട്ടറും ഫോർവേഡ് ആണെങ്കിലാണ് ഫോർവേഡ് ഡയറക്ഷനിലോട്ട് നമ്മുടെ കാറ് പോകുന്നത്. അതുപോലെ ബാക്ക്വേർഡിലോട്ട് വരണമെങ്കിൽ എന്തായിരിക്കും, ലെഫ്റ്റ് മോട്ടറും ബാക്ക്വേർഡ് ആയിരിക്കണം, റൈറ്റ് മോട്ടറും ബാക്ക്വേർഡ് ആയിരിക്കണം. പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ആണെന്ന് വിചാരിച്ചത്, ഇപ്പം നമ്മുടെ കാറ് ലെഫ്റ്റ് മൂവ് ചെയ്യണം. ലെഫ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോട്ടർ ബാക്ക്വേർഡും റൈറ്റ് മോട്ടർ ഫോർവേഡും ആണെങ്കിലാണ് ലെഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റിന്റെ കേസിൽ ലെഫ്റ്റ് മോട്ടർ ഫോർവേഡ്, റൈറ്റ് മോട്ടർ ബാക്ക്വേർഡ് വേണം നമ്മൾ കൊടുക്കാൻ. അതുപോലെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ടും റിലീസ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, മൂവ്മെന്റ് നിൽക്കണ്ടേ, അതാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് കോഡ് വരുന്നത്. അപ്പൊ ഈ കോഡ് നമ്മൾ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും.